പ്രതീക്ഷയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നല്ലൊരു സിനിമ ആവുന്ന തന്നെ ഞങ്ങളുടെ ഒരു വിശ്വാസം. ഞാൻ ഒരു 8.5 പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുവരെയുള്ള ഹൈപ്പൊക്കെ വെച്ചിട്ട് അങ്ങനെ പ്രതീക്ഷിക്കുന്നത്. എന്തോ അതിലോട്ട് പോകാം നമുക്കിനി. അതെ, ഉണ്ണിയേട്ടൻ ഉണ്ണിമുകുന്ദൻ ഫിലിംസ് നല്ലൊരു ഫിലിം ചെയ്യുമെന്ന് വിശ്വസിക്കാം. പിന്നെ ഉണ്ണിയേട്ടൻ്റെ പൊട്ടൻഷ്യലിനെ പറ്റി അത്ര ഒരു സിനിമ ഇതുവരെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇത്ര ഒരു ബോഡിക്കും അതിന് പറ്റിയൊരു ചലഞ്ചിങ് ആയിട്ട് റോഡ് ഉണ്ണിയേട്ടൻ ചെയ്തോ എന്ന് എനിക്ക് ചോദിച്ച സംശയമാണ്. അപ്പം എന്തായാലും ഒരു നല്ലൊരു സിനിമ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഞാൻ ആ സിനിമ കഴിഞ്ഞിട്ട് ബാക്കി ഇന്റർവ്യൂവിന് അടുത്ത റെസ്പോൺസ് പറയാം. അല്ലേ? അതെ, ഞാൻ വലിയ എക്സ്പെക്ടേഷൻ വെച്ചിട്ടില്ല. ഞാൻ ഒരു ഹെവി എക്സ്പെക്ടേഷനിൽ ഞാൻ നിൽക്കുന്നത്. അതെ, എനിമൽ KGF ആ റേഞ്ചിലോട്ടൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കാം. നമ്മളിപ്പോ പകുതി കട കണ്ടു, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് കണ്ടു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പൊ ടേസ്റ്റിന്റെ അപ്പുറത്തേക്ക് ഒരു മലയാളം പടത്തിന്റെ ഒരു സ്കീമിലല്ല എടുത്തു ചെയ്യുന്നത്. സമ്മതി ആ ഓരോ ഫ്രെയിമാണ് കണ്ടിരിക്കുന്നത്. മുന്നോട്ട് ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ്. ഒരു രക്ഷയില്ല, പരിപാടി നൈസായിട്ട് വൺ നൈസ്. ഫുൾ എനർജി കിട്ടണം പടം കിട്ടില്ലേ. അതൊരു ജോൺ വിക്ക് സ്കീമിലാണ് കളേഴ്സ് ഒക്കെ പോകുന്നത്. അമ്മ അത് റേഞ്ച്. അയ്യോ, മ്യൂസിക് എന്റെ പൊന്നിലെ ഒന്നും പറഞ്ഞു കിട്ടണം പടം. പിന്നെ വൺ നൈസ്. ഇനിയിപ്പോ സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ഫസ്റ്റ് ഹാഫ് കണ്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് കാണാൻ തന്നെ വരാൻ പറ്റും. അമ്മ അത് റേഞ്ച് ഫസ്റ്റ് ഹാഫ് ആണ്. ഇനിയിപ്പോ നമുക്ക് ബാക്കി സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ബാക്കി റിവ്യൂലോട്ട് നടക്കാം. അപ്പൊ നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അതിന്റെ അഭിപ്രായം എന്താ? എന്തോ ഒരു വയലൻസ് എന്ന് വെച്ച് നോക്കുമ്പോൾ വിഷയം പോണം. ലോജിക് മിസ്റ്റേക്ക് ഉണ്ട്. ലോജിക്കലി അവസാനം നമുക്ക് കുറച്ചൊരു ഡൈജഷൻ കുറവുണ്ടെങ്കിലും പരിപാടി നോക്കേണ്ട ആവശ്യമില്ല. ഇല്ല, പടം എൻജോയബിൾ ആണ്. മേക്കിംഗ് അയ്യോ ഇന്റർനാഷണൽ സ്റ്റഫ്. മലയാള സിനിമയുടെ ഒരു അതായത് നമുക്ക് മലയാള സിനിമ പറയാൻ പറ്റില്ല. അമ്മ അത് റേഞ്ചിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അയ്യോ DOP ഒന്നും പറയാനില്ല. പിന്നെ കളർ ഗ്രേഡ് ലൈറ്റിംഗ് ഒക്കെ അമേസിംഗ് ഉണ്ട്. അതായത് നമ്മൾ ഈ ജോൺ വിക്ക് സിനിമയിലൊക്കെ കാണുന്നത് പല കളർ ആയിട്ടില്ല, ചോപ്പ, പച്ച, നീല, അതിന്റെ ഒരു പരിപാടി. പിന്നെ അവസാനമൊക്കെ ആയപ്പോഴും വേറെ വലിയ വലിയ പരിപാടികളൊക്കെ ഉള്ളത്. മനസ്സിലായോ? പറയാൻ തോന്നുന്നു. പിന്നെ ഈ ഹനീഫാദയുടെ പടമെല്ലാം നായകന്മാര് നല്ല സ്റ്റൈലിഷ് ഇതായിരിക്കും. അതെ, ഇതിലും മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഉണ്ണിമുഖത്തെ ഫസ്റ്റ് തൊട്ട് അവസാനം ഒരു സ്വാഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിലൊരു കുറവ് അയ്യോ ലാസ്റ്റ് ബോഡിയൊക്കെ കാണിക്കുന്നത്. പുള്ളിയുടെ ഒരു ഞാൻ പറഞ്ഞില്ല സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ പുള്ളിയുടെ ഒരു അമേസിംഗ് പൊട്ടൻഷ്യൽ പുള്ളിയിൽ പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ല പിന്നെ വയലൻസിന്റെ കാര്യം. അയ്യോ, അതായത് വില്ലന്മാര് നമുക്ക് വയലൻസ് തോന്നൂല. പിന്നെ ലാസ്റ്റ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അത് ഒക്കെ അല്ലാതെ ഡൈജസ്റ്റബിൾ ആവില്ല. മനസ്സിലായോ? അത് പിന്നെ വയലൻസ് ആണ്, ഹെവി വയലൻസ് ആണ്. നമ്മളതായത് ഞാൻ അങ്ങനത്തെ പരിപാടി സിനിമ കണ്ടിട്ടില്ല. സിനിമയിൽ ആദ്യം തന്നെ എഴുതി കാണിക്കുന്നുണ്ട് വയലൻസ്, ചിൽഡ്രൻ എല്ലാം എഴുതി കാണിക്കണം. പിന്നെ ആകെ മിക്കാലായിട്ടുള്ള കണക്ഷൻ. പിന്നെ തിയേറ്ററിൽ പോണവരില് ലാസ്റ്റ് ഒരു ടൈലന്റ് കൂടി ടൈലന്റ്, അതായത് പടം ഇറങ്ങി ഓടരുത്. അവസാനം ചെറിയ പരിപാടി ഉണ്ട്. പക്ഷെ അതിന്റെ വലിയ ആവശ്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. സെക്കൻഡ് പാർട്ടൊന്നും എഴുതിയിട്ടൊന്നുമില്ല. ചിലപ്പോ ഉണ്ടാവാം സെക്കൻഡ് പാർട്ട്. പക്ഷെ പടം നല്ല പടാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ പോയി കാണാട്ടോ. നമ്മളത് ഫോണിൽ കണ്ടിട്ട് നിങ്ങൾ OTT വന്ന് നോക്കുകയാണെങ്കിൽ വലിയ രസം ഉണ്ടാവില്ല. തിയേറ്ററിൽ പോയി കാണണം. നിറച്ച ആൾക്കാരോട് കാണണം. പിന്നെ ഞങ്ങൾ പോയപ്പോ ഫുള്ളായിരുന്നു, ഹൗസ്ഫുള്ളായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വൈബ് ഉണ്ടായിരുന്നു. നല്ലൊരു പടം കേട്ടോ. കില്ലിനേക്കാൾ വയസ്സുണ്ട്. നിങ്ങളുടെ കില്ല് എനിമല് ബ്രൂട്ടിലാ. അതായത് സെൻസറിങ് ഒന്നും ഇല്ല. സംഭവം എന്നിട്ട് ഈ റേഞ്ച് ഉണ്ട്. കില്ലിനേക്കാളൊക്കെ വയലൻസ് ഉണ്ട്. പിന്നെ മിക്കായിലെ മാർക്കോ ആ ഒരു ഇത് നോക്കരുത്. അത് വേറെ മാർക്കോ അത് സെക്കൻഡ് പാർട്ടാണ്. അതിന്റെ പ്രീക്വലാണ്. അതായത് വലിയ ബന്ധം തോന്നുന്നില്ല. ഇല്ല, ഒരു ബന്ധമില്ല. ഈ മാർക്കോ ജോർജ് കിട്ടണമെങ്കിൽ അത്ര പെട്ടെന്ന് കൊന്നുകളയാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നോക്കരുത്. ഇത് ഒരു സ്റ്റാൻഡ് ലോൺ പടമായിട്ട് നോക്കിയാൽ. അതെ, പിന്നെ ഓർത്താണ് നമ്മൾ കൊടുത്ത കാശിന് ഓർത്തായിട്ടുള്ള പടം തന്നെ കാണാനുണ്ട്. ഇപ്പൊ ഞാൻ എനിമലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ റേഞ്ചിലൊക്കെ ഉള്ള പടം ഉണ്ട്. വയലൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വയലൻസ് ഇഷ്ടമാണ് കേട്ടോ. അതെ, എനിക്ക് അത്യാവശ്യം വയലൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആക്ഷൻ മാസം അതൊക്കെ എന്റർടൈനബിൾ ആയിട്ടുള്ള ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അതായത് ആക്ഷൻ പടമാണ് ഫുള്ള്. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് ആ ആക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ക്യാമറ ഭയങ്കര മൂവ്മെന്റ് അടിക്കുമ്പോ നല്ല മൂവ്മെന്റ്. ഒരു സിംഗിൾ ഷോട്ട് സീനൊക്കെ ഉണ്ട്. അയ്യോ, അതിന്റെ ലൈറ്റിങ്ങും ആ ആൾക്കാരുടെ കോർഡിനേഷൻ പരിപാടി ഹെവി പരിപാടിയാണ്. അപ്പൊ നിങ്ങളതിപ്പോ ഫോണിൽ കാണുന്നത് ഞാൻ പറയില്ല, തിയേറ്ററിൽ പോയി കാണണം. നൈസ് പടമാണ്. കുറെ ഫൈറ്റ് സീൻ ഉണ്ട്. അതായത് ചിലതൊക്കെ മേജർ ഫൈറ്റ് സീൻ അല്ലാണ്ട് മൈനർ ആയിട്ട് ഇഷ്ടം പോലെ. പടം ഒരു ഫൈറ്റ് വൈബാ.
മനസ്സിലായോ? അതായത് സ്ലോ പേസ് പടമൊന്നുമല്ല, ഫുൾ ഫൈറ്റ് ബോറടിക്കില്ല, ഫുൾ ഫൈറ്റ് ബോറടി ഇല്ല പരിപാടി ഇല്ലാത്ത പടമാണ്, നൈസാണ്. പിന്നെന്താ പറയാ, ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും. അതായത് ആക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തായാലും പോയി കാണണം, മിസ് ആവുമല്ലെങ്കിൽ ഒരു 8 കൊടുക്കും. അതെ, മലയാള സിനിമയിൽ എടുത്തു വെക്കാവുന്ന തന്നെ വലിയൊരു വയലൻസ് ആക്ഷൻ. അതെ അതെ, ഈ റേഞ്ച് വയലൻസ് ഒന്നും വേറെ പരിപാടി കാണിച്ചിട്ടില്ല വേറെ പടത്തിലൊന്നും. അതെ, ആക്ഷൻ വയലൻസ്. പിന്നെ സിനിമ അതെ, ഞങ്ങളൊരു കുടുംബത്തെ പോലെ ആയിട്ട് പോയി കണ്ടത്. അതുപോലെ നിങ്ങളുടെ എല്ലാ ഫാമിലിയായിട്ട് ചിലപ്പോ ഇഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല. പക്ഷെ കിട്ടുന്ന പരിപാടിയാ. അതൊക്കെ നല്ലല്ലോ പറയാൻ. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പൊ അടുത്തൊരു റിവ്യൂ ആയിട്ട് ഞങ്ങളെ കാണാം അടുത്ത ദിവസങ്ങളൊക്കെ. ബൈ ബൈ.